ദുരിതമൊഴിയാതെ ഗാസ നിലവിൽ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ. യുദ്ധം അവസാനിച്ചു, വെടിനിർത്തൽ പ്രഖ്യാപിച്ചു പോലുള്ള സന്തോഷകരമായ വാർത്തകൾ പുറത്തു വന്നിട്ടും ഗാസയിലെ മനുഷ്യരുടെ ദുരിതത്തിന് മാത്രം ഇതുവരെ ഒരറുതി വന്നിട്ടില്ല. ഗാസയിലെ തകർന്നുകിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ആയിരക്കണക്കിന് പലസ്തീനുകളുടെ മൃതദേഹങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നിലവിൽ മന്ദഗതിയിലാണ് മുന്നേറുന്നത്. മൃതദേഹങ്ങൾ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് ഭീഷണിയായി നിലനിൽക്കുന്നത് ലക്ഷക്കണക്കിന് ടൺ വരുന്ന പൊട്ടിത്തെറിക്കാത്ത ഇസ്രായേൽ ബോംബുകളാണ്. ഇവ ഗാസയിലെ അവശേഷിക്കുന്ന ജനങ്ങളുടെ ജീവന് വലിയ അപകടമുണ്ടാക്കുന്നത്. ഇസ്രായേൽ ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ റെഡ് ക്രോസ് ഈജിപ്ഷ്യൻ ടീമുകൾക്ക് ഗാസയിലേക്ക് പ്രവേശനം അനുവദിക്കുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനർനിർമ്മാണത്തിന് അത്യാവശ്യമായ ഹെവി യന്ത്രങ്ങൾ ഗാസയിലേക്ക് കൊണ്ടുപോകുന്നതിന് ഇസ്രായേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് പ്രതിസന്ധി രൂക്ഷമാക്കുകയാണ്. ഗാസ സിറ്റി മേയർ യഹ്യ അൽ സാരജ് ഒക്ടോബർ 26 നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇസ്രായേലിന്റെ നിയന്ത്രണങ്ങൾ നഗരത്തിന്റെ പുനർനിർമ്മാണ ശ്രമങ്ങളെ താറുമാറാക്കുമെന്ന് പറഞ്ഞിരുന്നു. ജലവിതരണ ശൃംഖല നിലനിർത്താനും കിണറുകൾ നിർമ്മിക്കാനും ഗാസ സിറ്റിക്ക് കുറഞ്ഞത് 250 ഹെവി വാഹനങ്ങളും 1000 ടൺ സിമന്റും ആവശ്യമാണ്. എന്നാൽ അൽ ജസീറയുടെ റിപ്പോർട്ട് ഹിന്ദ് ഖൗധാരി അസ് സവായിദയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് 6 ട്രക്കുകൾക്ക് മാത്രമാണ് ഗാസയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്. ഈ പുതിയ ഉപകരണങ്ങൾ പോലും ഇസ്രായേൽ ബന്ദികളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ വീണ്ടെടുക്കുന്നതിന് മുൻഗണന നൽകുന്നു. അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഏകദേശം 9000 പാലസ്തീൻ പൗരന്മാരെ കണ്ടെത്താൻ ഇത് സഹായമാകുന്നില്ലെങ്കിലും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഇസ്രായേൽ ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനായി റെഡ് ക്രോസിനും ഈജിപ്ഷ്യൻ ടീമുകൾക്കും വെടിനിർത്തൽ രേഖയായ മഞ്ഞ വരയ്ക്കപ്പുറത്തേക്ക് പ്രവേശനം നൽകിയിട്ടുണ്ട്. ഈ വര ഇസ്രായേലിനെ ഉപരോധത്തിലുള്ള പ്രദേശത്തിന്റെ 58% നിയന്ത്രണം നിലനിർത്താൻ അനുവദിക്കുന്നുണ്ട്. വെടിനിർത്തൽ നടപ്പാക്കുന്നതിന്റെ ചുമതലയുള്ള ഇസ്രായേൽ സേനയുടെ നിലപാടിലെ മാറ്റം ശ്രദ്ധേയമാണ്. ഇസ്രായേൽ 2 ആഴ്ചയായി ഹമാസിന് എല്ലാ ബന്ദികളുടെയും മൃതദേഹങ്ങൾ എവിടെയാണെന്ന് അറിയാമെന്ന് വാദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും തുരങ്കങ്ങൾക്കോ കെട്ടിടങ്ങൾക്കോ അടിയിൽ കുടുങ്ങിയ മൃതദേഹങ്ങൾ കണ്ടെത്താനും ഈജിപ്ഷ്യൻ ടീമുകളെയും ഹെവി യന്ത്രങ്ങളെയും ഇസ്രായേൽ അനുവദിച്ചിരിക്കുന്നു. ഹമാസിന്റെ സായുധ വിഭാഗമായ ഖസാം ബ്രിഗേഡുകളുമായി ചർച്ച നടത്തിയ ശേഷമാണ് റെഡ് ക്രോസ് വാഹനങ്ങൾ തെക്കൻ റഫേൽ ഇസ്രായേൽ ബന്ദിയുടെ സ്ഥാനം കണ്ടെത്താൻ എത്തിയത്. ഗാസയിലെ പുനർനിർമ്മാണത്തിന് പൊട്ടിത്തെറിക്കാതെ അവശിഷ്ടങ്ങൾക്കിടയിൽ കിടക്കുന്ന യുദ്ധോപകരണങ്ങൾ ഒരു വലിയ തടസ്സമാണ്. ഹാലോ ട്രസ്റ്റിന്റെ മിഡിൽ ഈസ്റ്റ് ഡയറക്ടർ നിക്കോളാസ് ടോർബെറ്റ് പറയുന്നതനുസരിച്ച് ഗാസയുടെ ഓരോ ഭാഗത്തും സ്ഫോടക വസ്തുക്കൾ പതിച്ചിട്ടുണ്ട്. പൊട്ടിത്തെറിക്കേണ്ടിയിരുന്നെങ്കിലും ലക്ഷ്യത്തിലെത്തിയത് ശേഷം പൊട്ടിത്തെറിക്കാതെ കിടക്കുന്നവയാണ് ഇവിടെ പ്രധാനമായും ഭീഷണിയാകുന്നത്. പാലസ്തീൻ സിവിൽ ഡിഫൻസ് വക്താവ് മഹമ്മൂദ് ബസൽ പറയുന്നതനുസരിച്ച് ഇസ്രായേൽ ഗാസയിൽ കുറഞ്ഞത് 2 ലക്ഷം ടൺ സ്ഫോടക വസ്തുക്കൾ വർഷിച്ചു. അതിൽ ഏകദേശം 70,000 ടൺ പൊട്ടിത്തെറിക്കാതെ കിടക്കുന്നു. ബോംബുകൾ സുരക്ഷിതമായി നീക്കം ചെയ്യുന്നതിനായി ഹാലോ ട്രസ്റ്റ് പോലുള്ള ടീമുകൾ കമ്മ്യൂണിറ്റികളുമായി നേരിട്ട് പ്രവർത്തിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. സ്ഫോടക വസ്തുക്കൾ നീക്കം ചെയ്യാനുള്ള ഉപകരണങ്ങൾ താരതമ്യേന ലളിതമാണ്. ചെറിയ വാഹനങ്ങളിലോ കൈകൊണ്ടോ കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. പലസ്തീൻ പൗരന്മാർക്ക് ഇത് സമയത്തിനെതിരായിട്ടുള്ള ഓട്ടമാണ്. അവർ പുനർനിർമ്മാണം ആഗ്രഹിക്കുന്നു, സഞ്ചാര സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. വെടിനിർത്തൽ ഫലപ്രദമാകുമെന്ന് അവർക്ക് കാണാനും അനുഭവിക്കാനും കഴിയണം. അൽ ജസീറയുടെ റിപ്പോർട്ടർ ഖൗദാരി കൂട്ടിച്ചേർത്തു. ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗാസയിലെ സ്ഥിതി അതീവ രൂക്ഷമാണ് എന്ന് തന്നെയാണ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യർ മരണപ്പെട്ടവർക്ക് വേണ്ടി സ്വന്തം ജീവൻ കുരുതി കൊടുക്കേണ്ടി വരുന്ന ദുരവസ്ഥയാണ് ഗാസയിൽ കാണാൻ കഴിയുന്നത്. ഇസ്രായേലിന്റെ കടുത്ത ഉപരോധങ്ങൾ നിലനിൽക്കുമ്പോൾ അവശിഷ്ടങ്ങൾ എങ്ങനെ നീക്കം ചെയ്യുമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. 15 വർഷം തുടർച്ചയായി പണിതാൽ മാത്രമാണ് പഴയ ഗാസയുടെ ഒരു ചെറിയ പതിപ്പെങ്കിലും തിരിച്ചെടുക്കാൻ സാധിക്കുക. പക്ഷേ നിലവിലെ സാഹചര്യങ്ങൾ ഗാസയുടെ പുനർനിർമ്മാണം എന്നത് വിദൂരമായൊരു സ്വപ്നം മാത്രമായി നിലനിൽക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.